ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്കൊരു കപ്പയ്ക്ക അല്ലെങ്കിൽ ഓമയ്ക്ക തോരൻ വയ്ക്കാം. പല സ്ഥലത്ത് പല രീതിയിലാണ് പറയുന്നതെങ്കിൽ ഇതൊരു നല്ല ടേസ്റ്റായ ഗുണങ്ങളേറെയുള്ള ഒരു കപ്പയ്ക്ക തോരൻ നമുക്ക് റെഡിയാക്കാം. അതൊന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കാം. കപ്പയ്ക്ക ചെത്തി തൊലിയും അതിനകത്ത് കുരുവും മാറ്റി എൻ്റെ കപ്പയ്ക്ക കഴുകാൻ വെള്ളത്തിലിട്ടു കഴുകിയെടുക്കാം. കപ്പയ്ക്ക വെള്ളത്തിൽ നിന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു. ഇതൊന്ന് അരിഞ്ഞെടുക്കാം. അതിനൊരു കട്ടിങ് മെഷീൻ എടുത്ത് വെച്ച് ഇത് വെച്ച് അരിഞ്ഞെടുക്കാം. ഇത് കഴുകിയില്ലെങ്കിൽ ഇതിനകത്തൊരു കറയുണ്ട്. കറ എങ്ങ് പോകത്തില്ല. അല്ലെങ്കിൽ കഴുകി കഴിയുമ്പോൾ അതിൻ്റെ ഒരു കറയങ്ങ് പോയി കിട്ടും. പിന്നെ നമ്മൾ കഴുകി കുച്ചതായിട്ട് കട്ടിങ് മെഷീൻ വെച്ച് അരിഞ്ഞെടുക്കാം. കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്, സവാള എടുത്തു, പച്ചമുളക് എടുത്തു, തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ സവാളയും പച്ചമുളകും ഒന്ന് അരിഞ്ഞത് ചേർക്കാം. അങ്ങനെ നമ്മുടെ ഓമയ്ക്കൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. ഇതിനകത്ത് സവാളയും പച്ചമുളകും എല്ലാം ഒന്ന് അരിഞ്ഞ് ചേർക്കാം. ഇങ്ങനെ കുനുകുന ഒരേ പരുവത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്നത്. കനം കുറച്ച് സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞ് ചേർത്തു. ഇനി തേങ്ങ തട്ടിയിടാം. നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് ഞെവിടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. നല്ല വൃത്തിയായിട്ടൊന്ന് ഞെവിടി ചേർക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇളക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇനി നമുക്കിത് ഇട്ട് കൊടുക്കാം. കപ്പയ്ക്ക അരിഞ്ഞ് വെച്ചത്. കപ്പയ്ക്കെന്നും ഓമയ്ക്കെന്നും പറയും. ഇളക്കി കൊടുക്കാം. അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് ആവി വേവണം. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇതിനകത്ത് വെള്ളം തനിയാണ് ആയിക്കോളും. ആവി വേവിച്ചെടുക്കും. ഇപ്പോൾ തന്നെ ഇതിനകത്ത് വെള്ളമാനമുണ്ട്. ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ കപ്പയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്.
എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ. എല്ലാവരും ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ വെക്കുന്നത് നല്ലത്. വെള്ളമൊന്നും വേണ്ട. ഇങ്ങനെ തേങ്ങയിട്ട് ഞെവടി സവാളയും പച്ചമുളകും ഒക്കെ ഇട്ട് വെക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇനി മറ്റൊരു വീഡിയോയിൽ നാളെ വരാം. നല്ല ഔഷധ ഗുണമുള്ളതാണ് കപ്പയ്ക്ക. കപ്പയ്ക്ക എന്ന് പറയും, ഓമയ്ക്ക എന്നും പറയും. നല്ല ഔഷധ ഗുണമുള്ളതാണ്.